പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെ ഇന്ന് നിർണായക കേന്ദ്രമന്ത്രിതല സുരക്ഷാ സമിതിയുടെ യോഗം ചേരാനിരിക്കുകയാണ്. ഇതിനുശേഷം കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഇതിനിടെ ദൗത്യം അകലെയല്ല എന്ന അടിക്കുറിപ്പുമായി പടക്കപ്പലുകളുടെ ചിത്രം നാവികസേന പങ്കുവച്ചു. ഇന്ത്യൻ നീക്കങ്ങൾ കണക്കിലെടുത്ത് പാകിസ്ഥാനിലും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിമും ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനീത വിജി, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ ചേരുന്നു. ഡൽഹിയിലെ ഇന്ന് ചേരുന്ന നിർണായകമായ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന്റെ വിശദാംശങ്ങളായിരിക്കും വിനീത നമ്മളുമായി പങ്കുവെക്കുക. ശ്രീനാഥ് ചന്ദ്രൻ നമ്മളോടൊപ്പം ഉള്ളത്. പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ, ഐക്യരാഷ്ട്രസഭ ഏത് തരത്തിലാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി സാധ്യതകളുടെ ഘട്ടത്തിൽ ഇടപെടാൻ പോകുന്നത് എന്നതിന്റെ വിവരങ്ങളായിരിക്കും നൽകുക. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം തുടരുമ്പോൾ ബൽറാം നെടുങ്ങാടി അതിന്റെ പൂർണ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം ഭീകരർക്കായുള്ള തിരച്ചിൽ സംബന്ധിച്ച വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടാകും. വിനീത, വളരെ നിർണായകമായ 2 യോഗങ്ങൾ ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്നു എന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നു. ഈ യോഗം ഏറെ നിർണായകമാണ്. കാരണം ഇന്ത്യയുടെ തിരിച്ചടി സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ യോഗത്തിൽ നിന്നാണ്. തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. എപ്പോഴാണ് ഈ യോഗങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? പ്രത്യേകിച്ച് പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ നൽകി അകലെയല്ല ദൗത്യം എന്ന അടിക്കുറിപ്പോടുകൂടി പോസ്റ്റുകൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടിക്കുള്ള സാധ്യത ഡൽഹിയിൽ കാണുന്നുണ്ടോ? തീർച്ചയായും ജി കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. ജി കെ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 2 യോഗങ്ങളും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് ചേരുമെന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും ഈ യോഗം ചേരുന്നത്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി അടക്കം അല്പസമയത്തിനകം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള ഒരു യോഗം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ രാത്രിയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിലാണ് ഈ പൂർണ്ണ സ്വാതന്ത്ര്യം സേനകൾക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ ആ തിരിച്ചടി എവിടെ, എപ്പോൾ, എങ്ങനെ വേണം എന്ന സേനകൾക്ക്, സേനാ മേധാവിമാർക്ക് തീരുമാനിക്കാമെന്നാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് സുരക്ഷാ സമിതി യോഗം ചേരുകയാണ്. മന്ത്രിസഭാ സമിതി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെയും അതിർത്തികളിലേക്കടക്കം പാക് പ്രകോപനം തുടരുന്നുണ്ട്. ഈ കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഏതെങ്കിലും മേഖലകളിൽ കൂടുതൽ സുരക്ഷാ സൈന്യം വിന്യസിക്കേണ്ടതുണ്ടോ, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ആ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗത്തിൽ ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ ഇന്നലെ തന്നെ സൈന്യം വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈന്യത്തിന്റെ ഓപ്പറേഷൻ അത് പുരോഗമിക്കുകയാണെന്ന് സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അതീവ രഹസ്യ ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ, അത് ഏതൊക്കെ മേഖലകളിലാണ് പുരോഗമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ലെന്നും ഇന്നലെ സൈന്യം തന്നെ വ്യക്തമാക്കിയതാണ്. ആ നീക്കങ്ങൾ ഏതുവരെയായി, ഇനി അത് ഏതൊക്കെ തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ റിസൾട്ട് ഉടനെ ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുക. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ യോഗം ചേരും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, കഴിഞ്ഞ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, നിർണായകമായിട്ടുള്ള യോഗങ്ങൾ, ഇങ്ങനെ അത്തരത്തിലേക്കുള്ള ഓരോ നിമിഷവും അങ്ങനെ നിർണായകമായിട്ടുള്ള ഓരോ കൂടിക്കാഴ്ചയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഏതാണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഒരുപക്ഷെ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങളടക്കം മന്ത്രിമാർ വിശദീകരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത് നമുക്ക് നിലവിലെ പശ്ചാത്തലത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും വിവിധ സേനാ മേധാവികളൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ മേഖലയിലും ഇതിനോടകം തന്നെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ആഭ്യന്തരമന്ത്രിയുമായി അവർ സംസാരിച്ചു. ഇനി ഏതൊക്കെ തലത്തിൽ തുടർ നീക്കങ്ങൾ കൊണ്ടുവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിലും വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന 2ാമത്തെ യോഗമാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. നേരത്തെ തന്നെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ കൃത്യമായിട്ടുള്ള തുടർ നടപടികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങളിലെ പുരോഗതി ഉൾപ്പെടെ ഇന്നത്തെ യോഗം വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഓരോ നീക്കവും സൈന്യം നടത്തുന്നത്. കാരണം ഇനി പാളിപ്പോകാൻ പാടില്ല, തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്നുള്ളത് സേനാ മേധാവികൾക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നു. അവിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, അതോടൊപ്പം 3 സൈനിക മേധാവിമാർ, ഇവരുമായും ഒക്കെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയാലോചനകൾ നടന്നതാണല്ലോ. ഒരു സൈനിക നീക്കം എന്നതിലേക്കാണോ വിനീത രാജ്യം കടക്കാൻ പോകുന്നത്? അതിന്റെ ആലോചനകൾ അവസാന വട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താറായോ?
തീർച്ചയായും അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് ജിക്ക് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ അതീവ ജാഗ്രതയോടെ ഒപ്പം തന്നെ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കും അത്തരമൊരു സൈനിക നീക്കം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇന്നലെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് വാഹനങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ വസതിയിൽ തന്നെയാണ് ജിക്ക് നേരത്തെ സൂചിപ്പിച്ച ഈ യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ മേധാവികളും എല്ലാ സേനാ മേധാവികളും ഇതുവരെ അവർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ഇതിനോടകം തന്നെ സംയുക്ത സൈന്യം സജ്ജമാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയതുമാണ്, വ്യക്തമാക്കിയതുമാണ്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പുരോഗതിയൊക്കെ ഇന്നലെ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സൈനിക നീക്കം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിന്റെ പൂർണ്ണ ചുമതല, പൂർണ്ണ ഉത്തരവാദിത്തം, പൂർണ്ണ തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ സേനാ മേധാവികൾക്ക് നൽകിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മന്ത്രിമാർ എത്തി അതിനുശേഷം പിന്നാലെ പോകുന്ന വാഹനങ്ങളാണ്, പട്രോളിങ്ങിന് വന്ന വാഹനങ്ങളാണ് ഈ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായിട്ടുള്ള യോഗം അത് അല്പസമയത്തിനകം തന്നെ. ശരി വിനീത, ഏതായാലും സുപ്രധാനമായ യോഗം ഡൽഹിയിൽ നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കത്തിൽ ആദ്യം നടക്കാൻ പോകുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗമാണ്. അതിനു മുൻപ് തന്നെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും സംയുക്ത സൈനിക മേധാവിയുമായും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. സൈന്യത്തിന് ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷാ സമിതിയുടെ യോഗം ചേരാനിരിക്കുന്നത്. അതിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നു. ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ, തുടർ നീക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന നിർണായകമായ 2 യോഗങ്ങളാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടക്കാനിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു വിനീത വിജി നൽകിയത്.